നമസ്കാരം. ലൈവ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമാധാനവും സഹകരണവുമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടതെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ലക്ഷ്യം ദേശീയപാതയുടെ വികസനം. കുറ്റിപ്പുറം പൊന്നാനി KSRTC സർവീസുകളുടെ ഫ്ളാഗ് ഓഫും മെറൈൻ മ്യൂസിയത്തിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. അയിലക്കാട്ട് തടിമില്ലിലുണ്ടായ അഗ്നിബാധയിൽ ലക്ഷങ്ങളുടെ തടിമരങ്ങൾ കത്തിനശിച്ചു. അപകട കാരണം ജീവനക്കാരുടെ അശ്രദ്ധ. കേരള യാത്രയ്ക്ക് ഞായറാഴ്ച പൊന്നാനിയിൽ സ്വീകരണം നൽകും. സ്വീകരണ സമ്മേളനം എരമംഗലത്ത്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയ പാതകളുടെ വികസനം 45 മീറ്ററിലെങ്കിലും സാധ്യമാക്കണമെന്ന് പറയാതെ പറഞ്ഞാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പൊന്നാനി കുറ്റിപ്പുറം ദേശീയപാത ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ പങ്കെടുത്ത പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഇത്തരമൊരു സൂചന നൽകിയാണ് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്തെ ദേശീയപാതകളുടെ നവീകരണ പ്രവർത്തനങ്ങളിൽ നിന്നും ദേശീയപാത അതോറിറ്റി മാറി നിൽക്കുകയാണിപ്പോൾ. 45 മീറ്ററിൽ കുറഞ്ഞുള്ള നവീകരണം സാധ്യമല്ല എന്ന നിലപാടിലാണ് കേന്ദ്ര ഗവൺമെന്റും ദേശീയപാത അതോറിറ്റിയും. വലിയ ബാധ്യതകൾ സഹിച്ച് 3 പാതകളുടെ നിർമ്മാണം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. എന്നാൽ ഇത് ശാശ്വതമായ പരിഹാരമല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം വാഹനങ്ങളുടെ വേഗതയും വർദ്ധിച്ചു വരികയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അതനുസരിച്ച രീതിയിൽ നമ്മുടെ റോഡുകളെയും വികസിപ്പിക്കേണ്ടതാണ്. നാടിന്റെ പുരോഗതിക്ക് സമാധാനവും സഹകരണവുമാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ദേശീയപാത 45 മീറ്റർ നവീകരിക്കാൻ എതിർപ്പുകളില്ലാതെ സഹകരിക്കണമെന്ന സൂചനയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ നൽകിയതും. ലൈവ് ടി വി ന്യൂസ് പൊന്നാനി. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് എരമംഗലത്ത് സ്വീകരണം നൽകും. വൈകിട്ട് 4 മണിക്കാണ് സ്വീകരണ സമ്മേളനം ഒരുക്കിയിരിക്കുന്നത്. മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസന കേരളം എന്ന മുദ്രാവാക്യമുയർത്തി CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് എരമംഗലം സെന്ററിലാണ് സ്വീകരണ സമ്മേളനം ഒരുക്കിയിട്ടുള്ളത്. സ്വീകരണ സമ്മേളന വിജയത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടക സമിതി നേതാക്കൾ പറഞ്ഞു. പൊന്നാനി മണ്ഡലത്തിലെ 143 ബൂത്ത് കമ്മിറ്റികളിലും സംഘാടക സമിതികൾ രൂപീകരിച്ച് വിവിധ പ്രചരണ പരിപാടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നത്. സ്വീകരണ സമ്മേളനത്തിൽ 10,000 പേർ പങ്കെടുക്കുമെന്നും സംഘാടക സമിതി ചെയർമാൻ AK മുഹമ്മദ് ഉണ്ണി പറഞ്ഞു. സ്വീകരണ സമ്മേളനം ഉച്ചയ്ക്ക് 2 മണിയോടെ ആരംഭിക്കും. തൃശൂർ ജനനയന തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന നാടൻ കലാരൂപങ്ങളോടെയാണ്. തുടർന്ന് 4 മണിയോടെ പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് സ്വീകരണ നഗറിൽ എത്തിച്ചേരും. തിരൂർ മണ്ഡലത്തിലെ സ്വീകരണത്തിനു ശേഷം ചമ്രോട്ടം പാലത്തിലൂടെ പൊന്നാനി മണ്ഡലത്തിൽ പ്രവേശിക്കുന്ന കേരള മാർച്ച് ചമ്രോട്ടം ജംഗ്ഷൻ വഴിയാണ് എരമംഗലത്തെത്തുക. MLA മാരായ P. ശ്രീരാമകൃഷ്ണൻ, KT ജലീൽ തുടങ്ങിയവരും സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കും. ലൈവ് TV ന്യൂസ് പൊന്നാനി. NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ നയിക്കുന്ന ഉണർത്തുയാത്രയ്ക്ക് ജനുവരി 27-ന് പൊന്നാനിയിൽ സ്വീകരണം നൽകും. കാലത്ത് 10 മണിക്ക് പൊന്നാനി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സ്വീകരണ സമ്മേളനം ഒരുക്കിയിട്ടുള്ളത്. ഉണരൂ കേരളമേ ഉണരൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ അഴിമതിക്കും വർഗീയതക്കുമെതിരെയുള്ള ഉണർത്തുയാത്രയെ നയിക്കുന്നത്. ജനുവരി 20-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഉണർത്തുയാത്രക്ക് പൊന്നാനി മണ്ഡലത്തിലെ സ്വീകരണം ജനുവരി 27-ന് നടക്കും. പൊന്നാനി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സ്വീകരണ സമ്മേളനം ഒരുക്കിയിട്ടുള്ളതെന്നും NCP മണ്ഡല ഭാരവാഹികൾ പറഞ്ഞു. ഉഴവൂർ വിജയൻ നയിക്കുന്ന കാസർഗോഡ് നിന്ന് കഴിഞ്ഞ 20-ാം തീയതി NCPയുടെ പാർലമെന്റ് പാർട്ടി ഡെപ്യൂട്ടി ലീഡർ ലക്ഷദ്വീപ് MP-യുമായ ശ്രീ മുഹമ്മദ് ഫൈസൽ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്ത ഒരു യാത്രയാണ് ഈ വരുന്ന 27-ാം തീയതി കാലത്ത് 10 മണിക്ക് പൊന്നാനി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേരുന്നത്. അവിടെ വെച്ചാണ് മലപ്പുറം ജില്ലയുടെ ആദ്യ സ്വീകരണം. കാലത്ത് 10 മണിക്ക് കേരളത്തിലെ വർഗീയ അഴിമതിക്കെതിരായിട്ടാണ് ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു കാലിക മുദ്രാവാക്യമാണ് ഉണരൂ കേരളമേ ഉണരൂ ഉണർത്തു യാത്ര. ഒരു പുതിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. അതിന് ദൃശ്യ മാധ്യമങ്ങളുടെ ഒരു സഹായ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് ഈ യാത്രയോടനുബന്ധിച്ചിട്ട് കാര്യമായിട്ട് പറയാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ NCP ജില്ലാ കമ്മിറ്റി അംഗം ചുള്ളിയിൽ നാസർ, P. സെയ്ദ്, നാലകത്ത് മൻസൂർ എന്നിവർ പങ്കെടുത്തു. ലൈവ് TV ന്യൂസ് പൊന്നാനി. അയിലക്കാട് മരമില്ലിലുണ്ടായ അഗ്നിബാധയെ തുടർന്ന് 20 ലക്ഷത്തോളം രൂപയുടെ തടിമരങ്ങളും ഫർണിച്ചറുകളും കത്തിനശിച്ചു. ശനിയാഴ്ച കാലത്ത് 9 മണിയോടെയാണ് സംഭവം. അയിലക്കാട് സ്വദേശിയും പ്രമുഖ അടക്ക വ്യാപാരിയുമായ KV മുഹമ്മദ് ഹാജിയുടെ ഉടമസ്ഥയിലുള്ള
മരമില്ലാണ് കത്തി നശിച്ചത്. മരമില്ലിന്റെ സമീപത്ത് സൂക്ഷിച്ചിരുന്ന അറക്കപ്പൊടിയിൽ നിന്നാണ് തീപിടുത്തമുണ്ടായത്. നിമിഷ നേരത്തിനുള്ളിൽ മരമില്ലിൽ സൂക്ഷിച്ചിരുന്ന തടിമരങ്ങളിലേക്കും ഫർണിച്ചറുകളിലേക്കും തീപിടുത്തം വ്യാപിച്ചു. അപകട സമയത്ത് നോർത്ത് ഇന്ത്യൻ തൊഴിലാളികളാണ് മില്ലിലുണ്ടായിരുന്നത്. ഇവർ വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റിയിൽ നിന്നാകാം തീപിടുത്തമുണ്ടായതെന്ന് സംശയിക്കുന്നു. പൊന്നാനിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സും ഓടിക്കൂടിയ നാട്ടുകാരും ചേർന്ന് അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 20 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ലൈവ് TV ന്യൂസ് പൊന്നാനി. സംസ്ഥാന ടൂറിസം വകുപ്പ് പൊന്നാനിയിൽ നിർമ്മിക്കുന്ന അക്വ മറൈൻ മ്യൂസിയത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. ദേശീയപാതയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് മ്യൂസിയത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും നടന്നത്. ചമ്രവട്ടം പ്രൊജക്ട് ഓഫീസിനരികിൽ ഭാരതപ്പുഴയോരത്തെ 1.5 ഏക്കർ സ്ഥലത്താണ് മ്യൂസിയം നിർമ്മിക്കുന്നത്. സിംഗപ്പൂരിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ മാതൃകയിൽ നിർമ്മിക്കുന്ന മറൈൻ മ്യൂസിയത്തിന്റെ 1ാം ഘട്ട നിർമ്മാണത്തിനായി പ്രതീക്ഷിക്കുന്നത് 5.5 കോടി രൂപയാണ്. ഇതിൽ 4.5 കോടി രൂപ സംസ്ഥാന ടൂറിസം വകുപ്പ് നൽകും. 1 കോടി രൂപ ET മുഹമ്മദ് ബഷീർ MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. 3D ദൃശ്യചാരുതയോടെയുള്ള തത്സമയ അക്വേറിയമാണ് മ്യൂസിയത്തിലെ പ്രധാന ആകർഷണം. നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ രാജ്യത്തെ ആദ്യ 3D മ്യൂസിയം എന്ന ബഹുമതിയും പൊന്നാനിയിൽ സ്ഥാപിക്കപ്പെടുന്ന അക്വ മറൈൻ മ്യൂസിയത്തിന് ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണവും മറൈൻ വിഭാഗത്തിന്റെ സഹായവും പദ്ധതിക്കായി പ്രതീക്ഷിക്കുന്നുണ്ട്. ആഴക്കടലിലെ അത്ഭുതങ്ങളെ പ്രദർശനത്തിനായി ഒരുക്കുന്നതിലൂടെ ടൂറിസ്റ്റുകളെയും അക്കാദമിക് യാത്രികരുടെയും ഒഴുക്ക് ഒരുപോലെ മ്യൂസിയത്തിലേക്ക് സാധ്യമാക്കാനാകുമെന്നാണ് ടൂറിസം വകുപ്പ് കണക്കുകൂട്ടുന്നത്. ഇത്തരമൊരു സംരംഭത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് പൊന്നാനിയെന്ന് നേരത്തെ ഇത് സംബന്ധിച്ച് നടത്തിയ പഠനങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലൈവ് TV ന്യൂസ് പൊന്നാനി. പൊന്നാനി സബ് ഡിപ്പോയിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് KSRTC ബസ്സുകളുടെ ഷട്ടിൽ സർവീസ് ആരംഭിച്ചു. ദേശീയപാതയിലൂടെയുള്ള പുതിയ സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച പൊന്നാനി കുറ്റിപ്പുറം ദേശീയപാതയിലൂടെ KSRTCയുടെ ജനറൽ ബസ്സുകളാണ് സർവീസ് നടത്തുക. വെള്ളിയാഴ്ച രാത്രി സർവീസുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചെങ്കിലും ആദ്യ സർവീസ് ആരംഭിച്ചത് ശനിയാഴ്ച കാലത്താണ്. ഉദ്ഘാടന ദിവസം തന്നെ 3 ബസ്സുകൾ ഇതിലൂടെ സർവീസ് നടത്താനാണ് KSRTC ആലോചിച്ചിരുന്നത്. എന്നാൽ അനുവദിച്ച ബസ്സുകൾ എത്താത്തതിനാൽ ഗുരുവായൂർ തിരൂർ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ബസ്സിനെ പുതിയ റൂട്ടിലേക്ക് മാറ്റുകയാണുണ്ടായത്. പൊന്നാനിയിൽ നിന്നും കുറ്റിപ്പുറത്തേക്കുള്ള ഫയർ ചാർജ് 17 രൂപയാണ്. തൃക്കാവ്, ചമ്രവട്ടം ജംഗ്ഷൻ, അത്താണി, പന്തേപാലം, അരിങ്കലം, കൂരട, കുറ്റിപ്പുറം എന്നിവിടങ്ങളിലായി 8 ഫയർ സ്റ്റേജുകളാണ് ഈ റൂട്ടിൽ നിശ്ചയിച്ചിട്ടുള്ളത്. കൂടാതെ പ്രധാന ജംഗ്ഷനുകളിലും അങ്ങാടികളിലും സ്റ്റോപ്പുകളും അനുവദിച്ചിട്ടുണ്ട്. പൊന്നാനിയിൽ നിന്നും ആദ്യ സർവീസ് 5:40-നാണ് പുറപ്പെടുക. പൊന്നാനിയിൽ നിന്നും കുറ്റിപ്പുറത്തേക്കുള്ള റണ്ണിംഗ് ടൈം 40 മിനിറ്റാണ്. ഗുരുവായൂർ, കുറ്റിപ്പുറം, പൊന്നാനി, പെരിന്തൽമണ്ണ തുടങ്ങിയ സർവീസുകളും പുതിയ ഹൈവേയിലൂടെ ആരംഭിക്കാൻ KSRTC ആലോചിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പൊന്നാനി കുറ്റിപ്പുറം ദേശീയ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ പുതിയ സർവീസിൻ്റെ ഉദ്ഘാടനം ഇന്നലെ നിർവഹിച്ചു. മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത് നിർവഹിച്ചു. 5:40-നാണ് പൊന്നാനിയിൽ നിന്ന് തുടങ്ങുന്നത്. കുറ്റിപ്പുറത്ത് നിന്നും 18:50 വൈകിട്ട് 6:50 കുറ്റിപ്പുറത്ത് നിന്ന് പൊന്നാനിക്ക് ലാസ്റ്റ് ട്രിപ്പ് പോലും 1.5 മണിക്കൂർ ഇടവിട്ടാണ് ബസ്സുകൾ വരുന്നത്. ഇതിന് 8 ഫയർ സ്റ്റേജാണ് ഈ റൂട്ടിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. 17 കിലോമീറ്ററാണ് ദൈർഘ്യമുള്ളത്. പൊന്നാനി കുറ്റിപ്പുറം ബസ് സ്റ്റേഷൻ തൊട്ട് പൊന്നാനി ബസ് സ്റ്റേഷൻ വരെ. അതായത് ഫയർ സ്റ്റേജുകളിൽ പൊന്നാനി, തൃക്കാവ്, ചമ്രവട്ടം, അത്താണി, പന്തേപ്പാടം, അയങ്കുളം, കുരയം ജംഗ്ഷൻ, കുറ്റിപ്പുറം. ഇതാണ് ബസ്സുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ സർവീസുകൾ ആരംഭിക്കുമെന്നും KSRTC വൃത്തങ്ങൾ പറഞ്ഞു. ലൈവ് TV ന്യൂസ് പൊന്നാനി. കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചന യാത്രയ്ക്കും പൊന്നാനിയിൽ സ്വീകരണം നൽകും. ജനുവരി 25-ന് കാലത്ത് 10 മണിക്ക് ചമ്രവട്ടം ജംഗ്ഷനിലാണ് സ്വീകരണ സമ്മേളനം നടക്കുന്നത്. തിരൂർ മണ്ഡലത്തിലെ സ്വീകരണത്തിന് ശേഷമാണ് വിമോചന യാത്രയ്ക്ക് പൊന്നാനിയിൽ സ്വീകരണം നൽകുന്നത്. ചമ്രവട്ടം പാലം വഴി പൊന്നാനി മണ്ഡലത്തിലെത്തുന്ന വിമോചന യാത്രയെ കണ്ടുകുറുമ്പക്കാവ് ക്ഷേത്ര പരിസരത്ത് വെച്ച് മണ്ഡല ഭാരവാഹികൾ സ്വീകരിക്കും. 25-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് പൊന്നാനി നിയോജക മണ്ഡല സ്വീകരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ചമ്രവട്ടം ജംഗ്ഷനിലാണ് നമ്മുടെ പൊതു സ്വീകരണ ചടങ്ങ്. നമ്മുടെ നിയോജക മണ്ഡലത്തെ അതിർത്തിയായ ചമ്രവട്ടം പാലത്തിൽ നിന്ന് 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയും കണ്ടുകുറുമ്പക്കാവിന് പരിസരത്ത് നിന്ന് വാദ്യാഘോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരണ നഗരിയിലേക്ക് ആനയിക്കുകയും ചെയ്തു. കേരള സംസ്ഥാനം 6 പതിറ്റാണ്ടായി ഇരു മുന്നണികളും മാറി മാറി ഭരിച്ച
അരാജകത്തെയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥയും മാത്രം കൈമുതലായ കേരളത്തെ ഈ രണ്ട് മുന്നിലുള്ള കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ വിമോചന യാത്ര പൊന്നാനി നിയോജകമണ്ഡലത്തിൽ എത്തിച്ചേരുമ്പോൾ നിരവധി 5 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിൽ നിന്നായിട്ടുള്ള നിരവധി ദേശസ്നേഹികളും നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും പങ്കെടുക്കും. ഇത് വൻ വിജയമാക്കി തീർക്കാനുള്ള ഒരുക്കങ്ങൾ സംഘാടക സമിതി നടത്തിവരുന്നു. ഇന്നും ഇന്നലെയുമായി പൊന്നാനി നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഇരുചക്ര വാഹനങ്ങളുമായി നമ്മുടെ പ്രവർത്തകർ ചെറുപ്പക്കാർ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ ബൂത്ത് സമിതികളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്ന പ്രവർത്തകർ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രതിജ്ഞ ചെല്ലുന്ന ഒരു പരിപാടി കൂടിയുമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. തുടർന്ന് നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരണ നഗരിൽ എത്തുകയെന്നും BJP നേതാക്കൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമാധാനവും സഹകരണവുമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടതെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ലക്ഷ്യം ദേശീയപാതയുടെ വികസനം. കുറ്റിപ്പുറം പൊന്നാനി KSRTC സർവീസുകളുടെ ഫ്ളാഗ് ഓഫും മെറൈൻ മ്യൂസിയത്തിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. അയിലക്കാട്ട് തടിമില്ലിലുണ്ടായ അഗ്നിബാധയിൽ ലക്ഷങ്ങളുടെ തടിമരങ്ങൾ കത്തിനശിച്ചു. അപകട കാരണം ജീവനക്കാരുടെ അശ്രദ്ധ. കേരള യാത്രയ്ക്ക് ഞായറാഴ്ച പൊന്നാനിയിൽ സ്വീകരണം നൽകും. സ്വീകരണ സമ്മേളനം എരമംഗലത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.